ഹലോ, അസ്സാം വലൈക്കും. ബോട്ടി ചക്ക ബിരിയാണിയിലേക്ക് സ്വാഗതം. ആദ്യം ലേശം ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതേപോലെ തന്നെ ഫ്ലവർ പൗഡർ, സുർക്ക, ലേശം വെളിച്ചെണ്ണ, ബോട്ടി അതിലെടുത്തിട്ട് കൂട്ടി മിക്സാക്കി എടുക്കുക. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിലേക്കുള്ള പച്ചക്കറി ഐറ്റംസുകളെല്ലാം എടുത്ത് തക്കാളി, മുരിങ്ങക്കായ, എല്ലാ സാധനങ്ങളും, കാബേജ്, വേപ്പില, ക്യാപ്സിക്കോ, എല്ലാ സാധനങ്ങളും കൂടി നുറുക്കി റെഡിയാക്കിയതിന് ശേഷം ചില്ലി സോസ്, തക്കാളി സോസും കൂട്ടി നമുക്ക് ഈ പാചകം ചെയ്യാം. പാത്രം എടുക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിന് 4 ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് അതിൽ വെള്ളിയും സാധനങ്ങളും എല്ലാം ഇട്ട് തിളപ്പിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അരിയിട്ട് വെളിച്ചെണ്ണ ചട്ടിയിൽ തന്നെ ഒഴിക്കുക. ശേഷം അതിനുശേഷം അണ്ടിപ്പരിപ്പ് അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ചുവന്ന കളറാവുന്നത് വരെ മൂപ്പിച്ചെടുത്ത് ഉണക്കമുന്തിരി എണ്ണയിൽ വെച്ചെടുക്കുക. മുന്തിരി ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മൂപ്പിച്ച് എടുക്കുക. കൂട്ടി നമ്മൾ മസാല പറ്റി വെച്ചിരുന്ന കൂട്ടി എടുത്ത് കുറേശ്ശായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. മൂപ്പിച്ച് കഴിഞ്ഞാൽ കോരിയെടുക്കുക. കോരിയെടുത്തതിന് ശേഷം അടുത്ത ലേശം കൂടി ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് നമ്മൾ കോരിയെടുത്താൽ ഇത് ഒരു ബൈറ്റ് ചക്ക കൊത്തി അരിഞ്ഞത് നമ്മൾ ചക്ക നന്നാക്കി നുറുക്കി വെച്ചത് അതേപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ഒന്ന് മൂപ്പായി കഴിഞ്ഞു അത് നിങ്ങളുടെ കോരിയെടുക്കുക. അതായത് കോരിയെടുക്കുക. 4 സ്പൂൺ ഉലുവ, 4 സ്പൂണ് ജീരകം, വലിയ ജീരകം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി അതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി തളച്ചത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ചെറിയ ഉള്ളി മൂത്തതിന് ശേഷം 5 തണ്ട് വേപ്പില ഉരിഞ്ഞിടുക. വേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ പച്ചമുളക് തളച്ചത്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇളക്കുക. നന്നായിട്ട് ഇളക്കി നമുക്ക് അതിനകത്ത് തക്കാളി ഇട്ടിട്ട് കുറച്ച് സവോള നമുക്ക് ഇതിനകത്ത് തിരിഞ്ഞു കൊടുക്കാം. അതിനകത്ത് സവോള മൊത്തം ഇതിനകത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിന് കൊടുക്കാം. ഇത് വെച്ചാൽ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇത് 3 ഇതിനകത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിനകത്തിട്ടൊന്ന് കാട്ടിയെടുക്കാം. ഇതിനകത്ത് അതായത് ഇതിൻ്റെ പാകത്തിനനുസരിച്ച് ലേശം തക്കാളി സോസ്, സ്വല്പം ചില്ലി സോസ് ഇതിൻ്റെ ചേർത്ത് കൂട്ടി ഇളക്കാം. നന്നായി കൂട്ടിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ ബീഫ് ചക്ക ചൂടാക്കി വെച്ചാൽ അതിനകത്തേക്ക് കൂടി ചെയ്യുക. ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി മറിച്ച് വയ്ക്കുക. അതിലേക്ക് ഇറക്കിയതിന് ശേഷം അത് ചൂടുള്ള സ്റ്റവിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ഇത് 3 കൂടെ കൂട്ടി വെക്കുക. നമ്മുടെ ബോട്ടിയും ചക്കയും മസാലക്കൂട്ടും കൂട്ടി ഇളക്കി നന്നായിട്ടൊന്നിങ്ങനെ പരത്തി റെഡിയാക്കിയിട്ട് നല്ല ഒന്ന് ചൂടായി റെഡിയായി വരുമ്പോൾ നമുക്ക് ബാക്കി റൈസും കാര്യങ്ങളും ഇതിനകത്തേക്കുള്ളത് ഈ ഒന്ന് സ്ലോവാക്കി വെച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം ഒന്ന് സ്ലോവാക്കി വെച്ച് നമ്മൾ മല്ലി പുതിന കൊത്തി വെച്ചത് ശേഷം ഇതിന് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. നമ്മുടെ കസുണ്ട് അതും ഒന്നിങ്ങനെ വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അണ്ടി മുന്തിരിയും ഓരോന്നിങ്ങനെ ഇടവിട്ട് ഓരോന്നിട്ട് കൊടുക്കുക. കുറച്ച് ബാലൻസ് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചതുണ്ട് അതിനെ എടുത്ത് ഒന്ന് ഉടച്ച് പതുക്കെ ഇതിന് മുകളിലോട്ട് കയറ്റുക. അതായത് ചോറിനെ കയറ്റി മൊത്തത്തിൽ പതുക്കെ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഈ കസും മല്ലിയാലും പൊടിയും ബാക്കിയുള്ളത് ഇതിന് മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. ഉള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഫുള്ളായിട്ട് ഇങ്ങനെ അതിന് മുകളിൽ കൊടുക്കുക. അതിന് ശേഷം ഇതിന് മൂടിയെടുത്ത് 4 സൈഡ് കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ബാക്കി നമ്മൾ ബീഫ് വെച്ചാണെങ്കിൽ ബാക്കി എടുത്ത് വെച്ചതാണ് അതൊന്നിങ്ങനെ വെട്ടിച്ച് കൊടുക്കുക. മൂടിയെടുത്ത് നന്നായി അടച്ച് വെച്ച് ചെറിയ ഒന്ന് തീ കൂട്ടി കൊടുക്കുക. ചെറുതാക്കി ഒന്ന് ആവി തിങ്ങുന്നത് വരെ പൊട്ടിക്കുകയാണ്. എടുത്ത് കുറച്ചിങ്ങനെ ഇളക്കുക. അതിന് കുറച്ച് നമുക്ക് കുട്ടികൾക്ക് ടേസ്റ്റ് നോക്കാം കൊടുക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുട്ടികൾ ആദ്യം
ബോട്ടി ചക്ക ബിരിയാണി റെഡി. എല്ലാവർക്കും കഴിക്കാം. നോക്കൂ.